ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മനം കുളിർപ്പിക്കുന്ന കുറച്ച് ഷേക്സാണ്. വിവിധ തരത്തിലുള്ള ഷേക്കുകൾ നമ്മൾക്ക് വീട്ടിൽ 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഷാർജ ഷേക്കാണ്. ഇതിന് ഒരു മിക്സി ജാറിലേക്ക് നല്ല പഴുത്ത ഒരു പഴം നുറുക്കിയിടുക. കൂടെ 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. ഇനി 1/4 ഗ്ലാസ് കാച്ചി തണുപ്പിച്ച പാല് ചേർക്കുക. ഒരു സാഷെ ബൂസ്റ്റ് കൂടി ചേർത്ത് അടിച്ചെടുക്കുക. വെരി സിമ്പിൾ ഷാർജ ഷേക്ക് റെഡി. ഇനി ഇത് ഒരു ടാൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. മുകളിൽ ഒരു വലിയ സ്കൂപ്പ് ഐസ്ക്രീം കൂടി വെച്ചാൽ സ്പെഷ്യൽ ഷാർജ ഷേക്കായി. 3/4 ഭാഗം ഷേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മുകളിൽ ഐസ്ക്രീം കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ തൂവിപ്പോവും. കുറച്ച് നട്ട്സ് തൂവി അലങ്കരിക്കുക. സൂപ്പർ ഷാർജ ഷേക്ക് റെഡി. ഇനി രണ്ടാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഏവരുടെയും ഫേവറേറ്റായ മാംഗോ ഷേക്കാണ്. ഇതിന് ഒരു മാങ്ങ തോലില്ലാതെ മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ കാച്ചി കുറുക്കിയെടുത്ത പാൽ തണുപ്പിച്ചത് ചേർക്കുക. ഇനി ഇതിൻ്റെ കൂടെ വാനില ഐസ്ക്രീം ഒരു സ്കൂപ്പ് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീമിലും മാമ്പഴത്തിലും മധുരമുള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ പഞ്ചസാര ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി അടിച്ചെടുക്കുക. നല്ല ക്രീമി മാമ്പഴ ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഒരു സ്കൂപ്പ് വെച്ച് കൊടുക്കാം. മുകളിൽ കുറച്ച് ഫ്രഷ് മാമ്പഴത്തുണ്ടുകളും ഡ്രൈ നട്ട്സ് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് അലങ്കരിക്കാം. നയന മനോഹരമായ സൂപ്പർ യമ്മി മാമ്പഴ ഷേക്ക് എല്ലാ മാമ്പഴ ലവേഴ്സിനു വേണ്ടി സമർപ്പിക്കുന്നു. മാമ്പഴക്കാലം വ്യത്യസ്തങ്ങളായ മാമ്പഴം കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് ആഘോഷിക്കാം. ഇനി അടുത്ത റെസിപ്പി കിവി കൊണ്ടുള്ള ഷേക്കാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ പഞ്ചസാര, കിവി, പാല്, ഐസ്ക്രീം എന്നിവയാണ്. ടോപ്പിങ്ങിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം കൊണ്ട് അലങ്കരിക്കാം. സിമ്പിൾ ഐസ്ക്രീം റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ട് ഉണ്ടാക്കി നോക്കണേ. ആദ്യം നമുക്ക് കിവിയുടെ പുറത്തുള്ള തോലെല്ലാം കളഞ്ഞ് മുറിച്ച് മിക്സിയിലിടുക. ഒരാൾക്കുള്ള ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൂടുതൽ പേർക്ക് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ അളവുകൾ അതിനനുസരിച്ച് കണക്കാക്കി തയ്യാറാക്കുക. ഇനി നിങ്ങളുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കാതെയും തയ്യാറാക്കാം. കുറച്ച് തണുപ്പിച്ച പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മിക്സിയിൽ ഇതെല്ലാം അടിച്ചെടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ കിവി ഷേക്ക് റെഡി. പിസ്ത കളറിലുള്ള ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിന് മുകളിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി വയ്ക്കുക. മുകളിൽ കിവി വട്ടത്തിൽ മുറിച്ച ഒരു പീസും ചെറിയും വെച്ച് മനോഹരമാക്കാം. ഈ യമ്മി കിവി ഷേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വ്യത്യസ്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ വെച്ച് നമ്മൾക്ക് ഞൊടിയിടയിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. കടയിൽ പോയി അധിക വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ അതിനേക്കാൾ രുചിയിൽ നമ്മൾക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. ഒരു ഷേക്ക് വാങ്ങുന്ന പൈസയ്ക്ക് നമ്മൾക്ക് 4 ആൾക്ക് ഇതുണ്ടാക്കി കഴിക്കാം. നല്ല ഹെൽത്തിയായി ഇത് ഐസ്ക്രീമും പഞ്ചസാരയും ചേർക്കാതെ ഷുഗർ പേഷ്യൻസിന് കൊടുക്കാം. മധുരത്തിന് തേൻ യൂസ് ചെയ്താൽ മതി. നാലാമതായി നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കെല്ലാം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഷേക്കാണ്. ഓറിയോയ്ക്ക് പകരം മറ്റേതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചും ഉണ്ടാക്കാം. ഓറിയോ ബിസ്ക്കറ്റ് പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. മധുരത്തിന് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. കുറച്ച് തണുപ്പിച്ച പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് അടിച്ചെടുക്കുക. നല്ല ക്രീമി ടേസ്റ്റി ഓറിയോ ഷേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുകളിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വയ്ക്കുക. ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് അലങ്കരിക്കാം. ഈ ഷേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി തരുവാൻ ആവശ്യപ്പെടും. അഞ്ചാമതായി നമ്മൾ ഉണ്ടാക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചുള്ള ഷേക്കാണ്. ഇതിന് ഒരു ഡ്രാഗൺ പഴം നുറുക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ 3 സ്പൂൺ പഞ്ചസാരയും ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും 1/2 ഗ്ലാസ് തണുപ്പിച്ച പാലും കൂടി ചേർക്കുക. ഇനി ഇത് അടിച്ചെടുത്താൽ ഡിലീഷ്യസ് ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് റെഡി. ഈ ഫ്രൂട്ട്സിന് മധുരം അധികമില്ലാത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്താലേ ഈ ഷേക്ക് സ്വാദുണ്ടാവുകയുള്ളൂ. മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമും ഡ്രൈ നട്ട്സും ഒരു സ്ട്രോബെറിയും വെച്ച് അലങ്കരിച്ചാൽ കിടിലൻ ഷേക്ക് തയ്യാറായി.
അലങ്കരിക്കുന്നതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യുക. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ആപ്പിൾ ഷേക്കാണ്. ഒരു ആപ്പിൾ തോല് കളഞ്ഞ് മുറിച്ച് മിക്സി ജാറിലേക്ക് ചേർക്കാം. കൂടെ കുറച്ച് പാല് കൂടി ചേർക്കുക. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി അടിച്ചെടുത്താൽ നല്ല തിക്ക് ക്രീമി ആപ്പിൾ ഷേക്ക് റെഡി. മുകളിൽ ഒരു സ്കൂപ്പ് മാംഗോ ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് നട്ട്സും ആപ്പിൾ കഷ്ണങ്ങളും കൂടി വെച്ചാൽ പൂർണ്ണമായി. ഇനി ഈ ഷേക്കുകളെല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സെർവ് ചെയ്യാം. ഇന്നുണ്ടാക്കിയ ഈ ഷേക്കുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.